നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഭിന്നത തുടരുന്നതായി റിപ്പോർട്ട്. നടനും അമ്മ വൈസ് പ്രസിഡന്റും ആയ ജഗദീഷിൻ്റെ നിലപാടിനെ പിന്തുണച്ച് കൂടുതൽ ഭാരവാഹികൾ മുന്നോട്ട് വരുമെന്നാണ് സൂചന. വേട്ടക്കാർ ആരായാലും പേരുകൾ പുറത്തു വരണമെന്നും അഴിക്കുള്ളിലാക്കണമെന്നും അമ്മ എക്സിക്യൂട്ടീവ് അംഗവും നടിയുമായ അൻസിബ ഹസൻ പറഞ്ഞു. ബംഗാളി നടിയുടെ ആരോപണത്തിൽ ഇരയുടെ ഒപ്പം നിൽക്കുമെന്നും തെളിവുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി വേണമെന്നും അൻസിബ പറഞ്ഞു. കൃത്യമായ തെളിവുണ്ടെങ്കിൽ ആരായാലും ശക്തമായ നടപടി എടുക്കണം. ഇരയുടെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നും അൻസിബ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇത്രയും സ്ത്രീകൾ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വസ്തുതയുണ്ടാകും. റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് കാണുന്നത് എന്നും ഉത്തരവാദിത്തപ്പെട്ടവർ വേട്ടക്കാരുടെ പേരുകൾ പുറത്തുവിടണമെന്നും അൻസിബ ഹസൻ കൂട്ടിച്ചേർത്തു. തൊഴിലിടത്ത് തനിക്കും മോശം അനുഭവമുണ്ടായിട്ടുണ്ട്. മോശം മെസ്സേജ് അയച്ച ഒരാൾക്ക് ചുട്ട മറുപടി കൊടുത്തു. മറുപടിയിൽ വിഷയം അവസാനിപ്പിച്ചു എന്നും പരാതിപ്പെടാൻ പോയില്ല എന്നും അൻസിബ പറയുന്നു. അതേസമയം സിനിമയിലെ പവർ ഗ്രൂപ്പിൻ്റെ സമ്മർദ്ദമാണ് രഞ്ജിത്തിന് തൽസ്ഥാനത്ത് തുടരാൻ കഴിയുന്നതിന് കാരണമെന്നും അഭിപ്രായമുണ്ട്. രഞ്ജിത്തിനോട് രാജിവെക്കാൻ CPM ആവശ്യപ്പെടുമെന്നും സൂചനകൾ ഉണ്ട്. രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയതായി ബംഗാളി നടിയായ ശ്രീലേഖ മിത്രയാണ് ആരോപിച്ചത്. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ കയ്യിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും അവർ ആരോപിച്ചു. ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിലെ ലക്ഷ്യം മറ്റെന്തോ ആണ്. ഇവിടെ ഞാൻ ഇരയും അവർ വേട്ടക്കാരനുമാണ്. അവർ നിയമപരമായി നീങ്ങിയാൽ ഞാൻ ആ വഴിക്ക് തന്നെ അതിനെ നേരിടും. ഇതാണ് രഞ്ജിത്തിൻ്റെ പ്രഖ്യാപനം. എന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ വിവാദത്തിൽ കുരുങ്ങിയിട്ടും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ആരോപണ വിധേയരെ സംരക്ഷിക്കും എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് എന്ന വിലയിരുത്തലുണ്ട്. കൊൽക്കത്തയിൽ CPM വേദികളിലൊക്കെ തന്നെ സാന്നിധ്യമാകുന്ന ബംഗാളി നടിയാണ് ശ്രീലേഖ മിത്ര. ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മാധ്യമപ്രവർത്തകർ ബംഗാളിലെ പ്രമുഖ താരങ്ങളിൽ പലരും തൃണമൂൽ കോൺഗ്രസിലും BJPയിലും വിശ്വസിക്കുന്നവരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾക്കും ഒരു രാത്രി കൊണ്ട് ചെങ്കൊടി പിടിക്കാൻ കഴിയില്ല. ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, വിവരം വേണം. ഈ പാർട്ടി വിദ്യാസമ്പന്നരുടേതാണ് എന്ന് പറഞ്ഞ നടിയായിരുന്നു ശ്രീലേഖ. ഇങ്ങനെ ഇടതുപക്ഷത്തിനു വേണ്ടി വാദിക്കുന്ന നടിയുടെ പരാതി എത്തിയിട്ടും സർക്കാർ ഇപ്പോഴും ആലോചനയിലാണ്. റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതും ചിലത് വെട്ടിമാറ്റിയതുമെല്ലാം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഇതിനിടെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും വിവാദത്തിലാകുന്നത്. മുൻപ് വേറെയും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ അവാർഡ് നിർണ്ണയത്തിൽ പോലും രഞ്ജിത്തിനെതിരെ ആക്ഷേപമെത്തി. എല്ലായ്പ്പോഴും രഞ്ജിത്തിനെ സംരക്ഷിക്കാനായിരുന്നു സർക്കാർ തയ്യാറായത്. ഇതിനിടെയാണ് ഗുരുതരമായ ആരോപണം രഞ്ജിത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. മൗനം തുടരാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും. കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ മടങ്ങി. ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല, എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിൻ്റെ പെരുമാറ്റമെന്നാണ് ആരോപണം. ശ്രീലേഖ മിത്രയുടെ അനുഭവത്തെക്കുറിച്ച് അന്ന് തന്നെ അവർ തന്നോട് പറഞ്ഞതായി ഡോക്യുമെൻ്ററി സംവിധായകൻ ജോഷി ജോസഫും വെളിപ്പെടുത്തി. കൊൽക്കത്തയിലും കേരളത്തിലുമായി താമസിക്കുന്ന താൻ അന്ന് നാട്ടിലായിരുന്നു. ശ്രീലേഖയെ വിളിച്ചപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് അവരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് സാക്ഷിമൊഴി. ഇതിനെതിരെയാണ് പരിഹാസവുമായി രഞ്ജിത്ത് രംഗത്ത് വന്നത്. പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല, ഓഡിഷന് വേണ്ടിയാണ് ശ്രീലേഖയെ വിളിച്ചു വരുത്തിയത്. അവരുടെ പ്രകടനം തൃപ്തികരമായി തോന്നിയില്ല. എന്നോട് ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അവരോട് അടുത്ത് പെരുമാറേണ്ട ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. അഭിനയത്തിൽ ഞങ്ങൾ തൃപ്തരല്ല എന്ന കാര്യം പിറ്റേന്ന് തന്നെ സഹസംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ അവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ശങ്കറിനോട് ക്ഷോഭിച്ച് സംസാരിച്ചതായി അറിഞ്ഞിരുന്നു എന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. ദേശീയ തലത്തിൽ നിരവധി ചിത്രങ്ങൾ ശ്രീലേഖയുടെ പേരിലുണ്ട്. അത്തരത്തിൽ ഒരു മികച്ച അഭിനേത്രിയുടെ അഭിനയമാണ് രഞ്ജിത്തിന് ഇഷ്ടപ്പെടാതെ പോയത് എന്നതാണ് ഈ പ്രതികരണത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അതിനിടെ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം സർക്കാർ ആലോചിക്കും. ഉടൻ ഒരു തീരുമാനമെടുക്കില്ല എന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാമെന്നും തക്കതായ നടപടി സർക്കാർ അടിയന്തരമായി എടുക്കും എന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു.